നീറ്റ് പരീക്ഷാ വിവാദം പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര ഭരണകൂടം. അർദ്ധരാത്രി നടത്തിയ ചർച്ചയിൽ ഉറപ്പു നൽകിയതായി കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കുമെതിരായ കേസ് നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാമെന്ന് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഉറപ്പ്. മുൻധാരണകൾ ലംഘിച്ച് പോലീസ് നടപടികൾ തുടരുകയാണെങ്കിൽ വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. जेपी नड्डा जी और जितेंद्र सिंह जी से हमारी थर्ड राउंड की बातचीत हुई थी तो उसमें इस बात पर सहमति बनी थी कि जितनी भी एफआईआर्स प्रोटेस्टर्स और ऑर्गेनाइजर्स के खिलाफ फाइल की गई है, जंतर मंतर पर चल रहे प्रदर्शन को लेकर, 20 जुलाई के प्रदर्शन को लेकर और देश भर में चल रहे प्रदर्शनों को लेकर, वो सभी एफआईआर्स विड्रॉ की जाएंगी. और इस बात पे भी अलाइनमेंट हुआ था कि कोई भी नई एफआईआर फ्यूचर में किसी भी प्रोटेस्टर या ऑर्गेनाइजर के खिलाफ फाइल नहीं की जाएगी. इस एग्रीमेंट का एक रिटर्न ड्राफ्ट भी हमने जेपी नड्डा जी को और जितेंद्र सिंह जी को सबमिट किया था और इस बात पर सहमति बनी थी कि कल मंगलवार तक सरकार की तरफ से रिटर्न एग्रीमेंट की कॉपी हमसे शेयर कर दी जाएगी और दोनों साइड के लॉयर्स अलाइन करने के बाद दैट रिटर्न एग्रीमेंट विल बी फाइनलाइज्ड. हम सरकार का इंतज़ार कर रहे हैं कि वो रिटर्न एग्रीमेंट की कॉपी हमें जल्द से जल्द शेयर करें. आप जेपी नड्डा जी की जो बात कही गई है उनके द्वारा प्रेस कॉन्फ्रेंस में, आप उसको भी रेफर कर सकते हैं. उनकी जो ट्वीट है इस विषय में उसको भी रेफर कर सकते हैं. हम उम्मीद करते हैं कि अगर एक सीनियर कैबिनेट मिनिस्टर सरकार की तरफ से एक एग्रीमेंट कर रहे हैं तो उसे ऑनर किया जाएगा. जितनी भी एफआईआर्स फाइल की गई हैं उन्हें विड्रॉ किया जाएगा. किसी भी प्रोटेस्टर या ऑर्गेनाइजर को परेशान नहीं किया जाएगा, डिटेन नहीं किया जाएगा, अरेस्ट नहीं किया जाएगा और फ्यूचर में किसी भी प्रोटेस्टर या ऑर्गेनाइजर पर कोई केस नहीं होगा. अगर कल तक ये रिटर्न एग्रीमेंट की तरफ से नहीं आता है और जितने भी अलग अलग राज्यों में छात्रों को, युवाओं को, प्रोटेस्टर्स को अरेस्ट किया गया है या डिटेन किया गया है, उन्हें रिलीज नहीं किया जाता है तो കോക്രോച്ച് जनता पार्टी फिर से പ്രൊട്ടസ്റ്റ് करने को मजबूर हुई. പിന്നാലെയാണ് സർക്കാർ പ്രതിനിധികൾ അർദ്ധരാത്രിയിൽ പാർട്ടി നേതൃത്വവുമായി നിർണായക ചർച്ച നടത്തിയത്. പുലർച്ചെ 1 മണിയോടെ അവസാനിച്ച 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ സമരം ചെയ്ത ഒരു പ്രതിഷേധക്കാരനെ പോലും നിയമ നടപടികൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും കേസുകൾ പൂർണ്ണമായും പിൻവലിക്കുമെന്നും സർക്കാർ പ്രതിനിധികൾ ഉറപ്പു നൽകിയതായി CJP മുഖ്യ വക്താവ് സൗരവ് ദാസ് അറിയിച്ചു. ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ കേസ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഔദ്യോഗിക വിജ്ഞാപനങ്ങളുടെ പകർപ്പുകൾ ചർച്ചയിൽ കേന്ദ്ര പ്രതിനിധികൾ CJP നേതൃത്വത്തിന് കൈമാറി. കസ്റ്റഡിയിലുള്ളവരെയും അറസ്റ്റിലായവരെയും ഉടനടി മോചിപ്പിക്കുമെന്നും ഇനി മേലിൽ പ്രതിഷേധക്കാർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കില്ലെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് BJP NDA ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ ഉത്തരവുകൾ ഉടനടി പുറത്തിറക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസും ഭരണകൂടവും വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണെന്ന് CJP വക്താവ് അശുതോഷ് റാങ്ക നേരത്തെ ആരോപിച്ചിരുന്നു. ബീഹാറിലും ബംഗാളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതായും ഡൽഹിയിൽ സമരത്തിന് സാങ്കേതിക സഹായം നൽകിയവരെ ചോദ്യം ചെയ്തതായും പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസ് നടപടികൾ ഉടനടി നിർത്തിവെച്ചില്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് വീണ്ടും സമരം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് അടിയന്തര അർദ്ധരാത്രി ചർച്ചകളിൽ വഴിതുറന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹി ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന 37 ദിവസം നീണ്ട ശക്തമായ സമരം കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് അവസാനിപ്പിച്ചത്. പരിഹാസാത്മക പ്രചാരണത്തിലൂടെ ആരംഭിച്ച് പിന്നീട് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയ കൂട്ടായ്മയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിനിടെ ബീഹാറിനും അസമിനും പുറമെ രാജസ്ഥാനിലും പ്രതിഷേധക്കാർക്കെതിരെ കേസ് നടപടികളുമായി മുന്നോട്ടു പോകില്ലെന്ന പുതിയ ഉറപ്പും ലഭിച്ചതായി CJP അറിയിച്ചു. NDA ഭരണത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ എത്രയും വേഗം പുറപ്പെടുവിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഒരു യുവാവിനെയും ഒറ്റയ്ക്ക് പോരാടാൻ വിടില്ലെന്നും സൗരവ് ദാസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.